എന്തോന്നായത്? എന്റെ മോളെ കല്യാണത്തിന്റെ പാചകമാണോ അവന്റെ തീറ്റി മത്സരമാണോ? പാവപ്പെട്ട ചെറുക്കനാണ് ഇവന്. ആഹാരത്തിൽ ഇത്തിരി പ്രിയനാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ വല്ലത് എന്റെ കൂടെ വരും, വന്ന് തിന്നും. തീറ്റിയാണ്, ഭയങ്കര തീറ്റിയാണ്. അന്നദാനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പാത്രം കഴിയലും പോകില്ല. അതൊരു അസുഖം ഉണ്ട്, അത് മാറ്റാനേ ഇവൻ ചോറ് കഴിക്കുമ്പോൾ അതിൽ ചമ്പപ്പാക്ക് കലക്കി കൊടുത്താൽ മതി. ഈ പറഞ്ഞ കണക്ക് ചമ്പാപ്പാക്കിട്ട ചോറ് കൊടുത്തായിരുന്നു. ഇപ്പൊ ചമ്പാപ്പാക്കിട്ട ചോറെ തിന്നു. അടക്കാമരത്തിൽ കയറി എന്റെ ഊപ്പാട് വന്നിരിക്കുകയാണ്. വല്ല ആശുപത്രിയിലും കൊണ്ടുപോടാ അവനെ. ആശുപത്രി കാണിച്ചെന്ന്. ആശുപത്രി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞേ എന്തോ കോപ്പ് ചെയ്യണമെന്ന്. എന്തോ കോപ്പിയാ? മറ്റേ ക്യാമറ ഇറക്കിയിട്ടുള്ള എൻഡോസ്കോപ്പി. അത് തന്നെ. അത് ഇറക്കി. അത് ഇറക്കിയപ്പോ വലിയ റിസൾട്ട് അറിയാൻ പറ്റിയത് ഭയങ്കര അസുഖമാണ്. ഈ അസുഖത്തിനെ പറയുന്നെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാന്താസ് കുന്തിയാനാലി വലിയ അസുഖം എന്നാണ് പറയണത്. കണ്ടാ പറയൂ. മെഡിക്കൽ സയൻസ് ഇതൊരിക്കൽ ഇതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മെഡിക്കൽ സയൻസ് അന്തം വിട്ട് ഇരിക്കുകയാണ്. എന്തൊരു ചെയ്യുമെന്ന് പറഞ്ഞു. എന്തൊരു ചെയ്യും? അഞ്ചോണിയരോടെ എന്തിനെന്ന് പറഞ്ഞിട്ടുണ്ടാ മതിയാ. എന്റെ മോളെ കല്യാണം പാചകം ചെയ്യണം അങ്ങോട്ട്. കല്യാണമൊക്കെ അല്ലേ? അതിന് കോട്ടയുണ്ടോ? വാ അങ്ങ് തിരുവനന്തപുരത്ത് ഒരു കിഴക്കേ കോട്ടയുണ്ട്, പിന്നെ ഒരു ജമീൻ കോട്ടയുണ്ട്. ഇതിലേത് കോട്ട വേണം നിനക്ക്? അതല്ല, അടിക്കാനായിട്ട്. അവിടെ ചെന്ന് കണ്ണന്തിരിവ് പറഞ്ഞാൽ അവൻ ഒരു വേഷം തരും നിനക്ക്. പോരാ അങ്ങോട്ട് ഇങ്ങോട്ട് അടിക്കാൻ നടക്കണത്. മന്ദിരം ചോദിച്ചാൽ കിട്ടത്തില്ല. അച്ഛനെ ഒരു കാര്യം ഞാൻ പറയുവാ, ഞാൻ ഇനി ഇവിടെ പണിയെടുക്കത്തില്ല. എന്താ? ഞാൻ പണിയെടുക്കത്തില്ല. നിങ്ങൾ എനിക്ക് ഇതുവരെ ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട്. ഐഡിയ ഉണ്ട്. കുറച്ച് കഴിയുമ്പോ ഇതിന്റെ ഗുണ്ടകളെല്ലാം വരും. അവന്മാരെ എല്ലാം പിഴിയണം. തേങ്ങാപ്പാല് പിഴിയാണ്. ഇനി അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഇവിടെ ഒരു ഐഡിയ ആയിട്ട് വന്നേക്കും, ഞാൻ ചെയ്യത്തില്ല. ഇപ്പൊ സാമ്പാർ റെഡിയാക്കണമല്ലേ അണ്ണാ? ഒരു സംശയം. പണം വലിയ ഗുണ്ടയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാ അണ്ണ എന്തൊരു ചെയ്യും? പെട്ടെന്നൊരാക്രമണം. നമ്മളിപ്പോ ഇത് എന്റെ നേർക്കൊരുത്തം വരികയാണ്. അപ്പൊ അവൻ നേരെ വരുമ്പോ ഞാൻ അവിടെ കഴുത്തിന് പിടിച്ചിട്ട് ടൂൾസ് ഇങ്ങനെ എടുക്കും. എടാ ടൂൾസ് ഇല്ലടാ, ടൂൾസ് എടുത്തിട്ട് അവനെ ഇങ്ങനെ മരത്തി അടിച്ചിട്ട് വെട്ടിയിടും. പിന്നെ ഒരുത്തണ്ടോ ഇങ്ങനെ അടിക്കാൻ പിടിച്ച് ഇങ്ങനെ കറക്കി എടുത്ത് അവനെ ഇവിടെ വെച്ചിട്ട് അവനെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കറക്കി എടുത്തിട്ട് അവനെയും വെച്ചിട്ട് വെട്ടും. ഇവനെയും വെട്ടും, അവനെ വെട്ടി. ഒരുപാട് പേരുണ്ട്. വെട്ടൂടാ, ഒരുപാട് പേര്. വാസുവിനെ തോപ്പിക്കാനാ. ഇയാൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അവളെ വിളിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പുള്ളി ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ഒരു കിടുക്കൻ ഐഡിയ ഉണ്ട്. ഞാൻ ഇപ്പൊ വരാം. ഇപ്പോഴും അറിഞ്ഞോണ്ടിരിക്കുന്നു. ഹലോ, വാസുവിന്റെ മോളെ പ്രേമിക്കാൻ ധൈര്യമുള്ള ആരുണ്ട് അവിടെ? എത്ര പേര് വരുമെന്ന് പറഞ്ഞത്? അവര് 4 പേരാ. വരട്ടാ, അവന്മാർ 4 പേര് വന്നാലും വാസു അരിയും തള്ളോടാ. അവന്മാരെ അരിഞ്ഞ് തള്ളും. 10 പേര് വരട്ടാ, 10 പേര് വന്നാലും ഇവിടെ എന്തുണ്ടാക്കിയാലും ഇദ്ദേഹത്തിന് തരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഉണ്ട്. രണ്ട് പാൽപ്പായസം ഒന്ന് ഹോൾഡ് കളിയാ. കുടിച്ചോ. പുള്ളീനെ ഒഴിവാക്കി എനിക്ക് അവളെ കൊണ്ടുപോയല്ലോ. പുള്ളി ഇപ്പൊ ഇവിടുന്ന് പോകും. ഞാൻ ആ പാൽപ്പായസത്തിൽ വിമ്മിട്ടാ കൊടുത്തത്. എന്തൊരു വിലടാ നീ കാണിച്ചത്? അങ്ങേക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്നെ കൊല്ലും, നിന്നെ കൊല്ലും. പാൽപ്പായസത്തിൽ അണ്ടിപ്പരിപ്പ് അരച്ചങ്ങ് കലക്കി കയറ്റി ഭയങ്കര രുചികളാണ്, സൂപ്പർ രുചിയാണ്. പിന്നെ രണ്ടുപേർക്കൊക്കെ പ്രത്യേക ഒരു കാര്യം പറയുക. ഇന്ന് വൈകുന്നേരം കല്യാണമൊക്കെ കഴിച്ചിട്ടേ എന്റെ വീട്ടിൽ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ബ്യൂള് വായന. സെറ്റായിരിക്കും. ഇപ്പൊ പറ്റിയ സമയം. ബ്യൂള് വായിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം ആഞ്ഞു തന്നെ വായിക്കണം. അല്ലടാ, ഈ വായന കേട്ട് ജനം തെറിക്കണം. തെറിക്കും, മൊത്തത്തിൽ ഇവിടെ നിന്ന് തെറിക്കും. അത് വേണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യൻ വന്ന് ഇറങ്ങുമ്പോ തന്നെ മാലപ്പടക്കം നീ അങ്ങ് പൊട്ടിക്കണം. അതെന്തിനു നമ്മൾ വെറുതെ പൈസ കളയണത്? നിങ്ങൾ ഫുൾ പാക്കഡ് ആണ്. ഒരു വെറൈറ്റി ചടങ്ങ്, നമ്മുടെ കുടുംബത്തിലെ ചടങ്ങാണ്. പയ്യൻ വന്ന് ഇറങ്ങിയാൽ പയ്യൻ അവന്റെ അമ്മാവനെ, അതായത് എന്നെ തോളിലേറ്റി ഇങ്ങനെ കൊണ്ട് കതിർ മണ്ഡപം വരെ നടക്കണം. അത് ഇപ്പൊ പറ്റിയ സമയമാണ്. വെറുതെ കല്യാണത്തിന് നമ്മൾ വെറുതെ കല്യാണം വന്ന് തുടങ്ങി കേട്ടോ. അല്ലെങ്കിൽ തോളിക്കേറ്റ് കമ്പ് ഒഴിവാക്കാം. അത് ഒഴിവാക്കാം, അതാണ് നല്ലത്. ചർച്ച ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുഴപ്പമില്ല. ഹലോ, ഞാൻ തുടങ്ങിയടാ. അയ്യോ, സഹിക്കുന്നില്ല. എനിക്ക് സഹിക്കാൻ വയ്യ. തൊട്ടിയും വെള്ളം എടുക്കട്ടാ. എന്റെ മോളെ കെട്ടായിരുന്നു ചേർക്കാൻ വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് ഓടിയടാ. അയ്യോ, അത് എന്റെ മോളെ ഇനി ആര് കെട്ടും? ഈ വാസുമോലി നാട്ടുകാരെ മുഖത്ത് അങ്ങനെ നോക്കും. ദൈവമേ, എനിക്കൊരു മരുമോനത്താ. ചെറുക്കുണ്ട്, നല്ല സൂപ്പർ ചെറുക്കുണ്ട്. സുഗുണൻ, സുന്ദരൻ, സുമുഖൻ, നല്ല പയ്യൻ. എന്റെ സ്വത്തും എന്റെ മോക്കും എന്റെ മരുമോനും തന്നെ. സത്യം ഇട്. അപ്പൊ ചെറുക്കനെ വിളിക്കാൻ പോവേണ്. വിളിച്ചു.
എന്റെ മോൾ പട്ടണിയില്ല ജീവിക്കണം വരുമാനേ വരുമാനേ ഇങ്ങോട്ട് വന്ന് കിട്ടിയടാ ഇത്ര നാളും ഞാൻ സ്നേഹിച്ചൊരു പെണ്ണിന് നിങ്ങൾ കെട്ടാൻ പോണെന്ന് അല്ലാതെ ഒരു പെണ്ണിനെ കുറച്ച് പൈസ കിട്ടിക്കാൻ ആരാണ് കളയണം വരുമാനേ മാവാ ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ